റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിറകുള്ള കൂട്ടുകാർ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ചിറകുള്ള കൂട്ടുകാരില് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പാഠഭാഗത്ത് പറയുന്നത് പക്ഷികളെ കുറിച്ചാണ്, അല്ലെ? പക്ഷികളുടെ പല പ്രത്യേകതകളും അവർ കൂടൊരുക്കുന്ന ഇതും അവരുടെ സവിശേഷതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിലാദ്യത്തെ കാര്യമാണ്, മൈക്ക് ഓഫ് ആക്കിട്ടോ, പക്ഷികളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ. നമ്മളൊരു ജീവിയെ എന്തുകൊണ്ടാണ് പക്ഷി എന്ന് പറയുന്നത്? പക്ഷികൾക്ക് പൊതുവായിട്ട് കുറച്ച് സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചുറ്റുഭാഗത്തും കാണപ്പെടുന്ന പക്ഷികളില് നമുക്ക് എന്ത് ചെയ്യാം? തൂവലുകൾ കാണാം, അല്ലെ? തൂവലുള്ള ജീവികളെ നമുക്ക് എന്ത് പറയാം? പക്ഷി എന്ന് പറയാം. അതേപോലെ തന്നെ പക്ഷികളുടെ മറ്റൊരു പ്രത്യേകതയാണ്, പക്ഷികൾ മുട്ടയിടും. മുട്ടയിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുക. അതേപോലെ തന്നെ പക്ഷികൾക്ക് കൊക്കുണ്ടാവും, ചിറകുണ്ടാവും, വാലുണ്ടാവും, പറക്കാനും കഴിയും, അതേപോലെ കാലുണ്ടാവും. ചില പക്ഷികൾ പറക്കാൻ കഴിയാത്തതുണ്ട് കേട്ടോ. പക്ഷികളുടെ കാലുകളുടെ എണ്ണം 2 എണ്ണം. ഇത്രയും സവിശേഷതകളുള്ള ഒരു ജീവിയാണ് പക്ഷി. ഏതൊക്കെ പറഞ്ഞത് ഓർമ്മല്ലേ? തൂവലുണ്ടാവും, മുട്ടയിടാൻ കഴിയും, പക്ഷികൾക്ക് കൊക്കുണ്ടാവും, ചിറകുണ്ടാവും, വാലുണ്ടാവും, പറക്കാൻ കഴിയുന്നതുമുണ്ട്, കഴിയാത്തതുമുണ്ട്. അതേപോലെ തന്നെ കാലുകളും ഉണ്ടാവും. കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം പറയുന്നത്, പക്ഷികളുടെ സവിശേഷതകൾ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ ഒരു ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു പക്ഷിനെ കുറിച്ചിട്ടാണ്. നമ്മളെ നമ്മളെ നാട്ടിൽ കാണാൻ കഴിയൂല, എങ്കിലും കേരളത്തിന്റെ ഒരു പ്രത്യേക പക്ഷിയാണ്. നമുക്ക് കാണാൻ കഴിയും, കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക പക്ഷിയാണ്. നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഏതാ പക്ഷി അറിയാം? ഈ പക്ഷിനെ കണ്ടുക്കണോ? ക്ലിയർ ഇല്ല ഫോട്ടോ. ഈ പക്ഷിന്റെ പേര് മലമുഴക്കി വേഴാമ്പൽ. ആ, ഇത് ക്ലിയർ ഇല്ല ചിത്രം അല്ല കേട്ടോ. മലമുഴക്കി ആ, ഓക്കെ. ഇതിന്റെ പേരാണ് മലമുഴക്കി വേഴാമ്പല്. ഇത് നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഈ മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകതകൾ. ഈ പക്ഷിയുടെ പ്രത്യേകതയാണ്, ഒന്ന് ഈ പക്ഷിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് സാധാരണ പക്ഷികളെ പോലെയല്ല, ഇതില് ഇവക്ക് ജീവിതാവസാനം വരെ, അതായത് ഇവര് മരിക്കണ അതുവരെ ഈ പക്ഷിക്ക് ഒരു ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ഇണ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഭാര്യ. ഇണകൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെയാണ് നമ്മൾ ഇണകൾ എന്ന് പറയാം. ഈ വേഴാമ്പലിന്റെ പ്രത്യേകതയാണ്, ഈ വേഴാമ്പലിന് ജീവിതാവസാനം വരെ ഒരു ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ വേഴാമ്പലിന് 50 വർഷം വരെ എന്ത് ചെയ്യാൻ കഴിയും? ആയുസ്സുണ്ട്, ജീവിക്കാൻ കഴിയും. 50 വർഷം വരെ ജീവിക്കാൻ കഴിയും. ഇതിനെ മലമുഴക്കി എന്നുള്ള പേര് വരാൻ കാരണം, ഇതിന് ഇതിന്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. ഈ മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത, ഇത് ചിറകടിക്കുന്ന ശബ്ദം, നല്ല ശബ്ദത്തിലാണ് ഇവര് ചിറകടിക്കുക. ഒരു മലമുഴക്കി വേഴാമ്പൽ നമ്മൾ അടുത്തുകൂടി പോയാല് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും. അത്രയും ശബ്ദത്തിലാണ്, ഒരു ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദത്തിലാണ് ഇവര് ചിറകടിച്ച് പോവുക. അതുകൊണ്ടാണ് അതിനെ മലമുഴക്കി, അത്രയും ശബ്ദം വന്നതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? മലമുഴക്കി വേഴാമ്പൽ എന്ന പേര് വരാൻ കാരണം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയാൻ കാരണം? ഓക്കെ, മനസ്സിലായി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ മലമുഴക്കി വേഴാമ്പൽ എന്ന് പേര് വരാൻ കാരണം അതിന്റെ ചിറകിന്റെ ശബ്ദം, അത്രയും ശബ്ദം ഉണ്ടായത് കൊണ്ടാണ് മലമുഴക്കി വേഴാമ്പൽ എന്ന് പേര് വരാൻ കാരണം. ഇനി നമ്മുടെ കേരളത്തിന്റെയും അതേപോലെ തന്നെ കേരളത്തിന്റേത് പോലെയുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പൊ അരുണാചൽ പ്രദേശിന്റെയും കേരളത്തിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി എന്ന് ചോദിച്ചാൽ നമ്മൾ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയണം. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെയും എന്താണ് സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനവും
പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഏത് ദിക്കിലാ? ഏതറ്റത്താ? ആർക്കാ പറയാൻ കഴിയാ? മറന്നോ? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ളത് തമിഴ്നാടാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ളതോ ഹിമാചൽ പ്രദേശ്. അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഗുജറാത്ത്. കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനമാണ് ഇത് അരുണാചൽ പ്രദേശ്. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെയും കേരളത്തിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ ട്ടോ. അത് ആലോചിക്കുക. ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ LSSന് വരും. LSSന് മാത്രമല്ല നമ്മളെ പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചിരിക്കും. പിന്നെ ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ മനുഷ്യന്റെ ശബ്ദം ഇവർക്ക് ഒരിക്കലും ഇഷ്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് കൂടൊരുക്കുക 50 അടിയിലേറെ മുകളിലാണ്. ഏറ്റവും ഉയരം കൂടിയ മരത്തിലാണ് എന്ത് ചെയ്യുക മലമുഴക്കി വേഴാമ്പല് കൂട് വെക്കുക. ആ സമയത്ത് കൂട്ടില് പെൺകിളിയും ഏഹ്, പുറത്ത് പോവുക ആൺകിളിയാണ്. അതായത് മുട്ടയിട്ട് വിരിയണ സമയത്ത് പുറത്ത് പോകുന്നത് ആൺകിളിയാണ്. ഇര തേടി പോവുക അല്ലെങ്കിൽ അവർക്കുള്ള ഭക്ഷണം തേടി പോവുക ആൺകിളിയും, അടയിരിക്കുക പെൺകിളിയാണ് കൂട്ടിന്റെ ഉള്ളിൽ. ആ പെൺകിളിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുൻഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? മണ്ണ് കൊണ്ട് അടച്ചിട്ടുണ്ടാവും. ഒരു കൊക്ക് പുറത്തേക്ക് ഇടാനുള്ള സ്ഥലം മാത്രമാണ് ഉണ്ടാവുള്ളൂ. ആ സമയത്ത് തന്നെ ഈ ആൺ വേഴാമ്പല് എന്ത് ചെയ്യും? ഈ കുട്ടിക്കും അതേപോലെ തന്നെ ഈ തള്ളക്കും വേണ്ട ഭക്ഷണം തേടി പോകും. ഏറ്റവും ശുദ്ധമായ പഴങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുക? ഈ ആൺ വേഴാമ്പല് കൊടുത്തിട്ട് കൊടുക്കുക. അപ്പൊ അത്രയും പ്രത്യേകതകൾ ഉണ്ട് ആർക്ക്? ഈ മലമൊക്കെ അതേപോലെ തന്നെ ഈ കൊണ്ടുവരുന്ന കായ്കളുടെ കുരു ഒക്കെ ഉണ്ടാവുമല്ലോ, ആ കുരു പല സ്ഥലങ്ങളിലും അവർ ഇടും. അത് ഇതുകൊണ്ട് തന്നെ അവിടെ ആ കുരു മുളച്ചുകൊണ്ട് എന്ത് ചെയ്യും? പുതിയ ചെടികളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിലെ കർഷകൻ എന്നും ആരറിയപ്പെടുന്നുണ്ട്? മലമുഴക്കി വേഴാമ്പല് അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? എന്താണ് മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത എന്ന് മനസ്സിലായോ? അപ്പൊ ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ഈ PDF അല്ല, ചിത്രമാണ്. അത് എന്ത് ചെയ്യണം? ഒന്നും കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഞാനിന്ന് മാഷിക്കിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നേരെ നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി ചുരുക്കി പറയുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇനി അതിന്റെ താഴെ വരുന്ന ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റെഡ് ഡാറ്റ ബുക്ക്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? ഒരു പുസ്തകമാണ് അല്ലെ? ആ പുസ്തകത്തില് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ബുക്കാണ് എന്ത്? റെഡ് ഡാറ്റ ബുക്ക്. നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ വംശനാശം നേരിടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ആ ജീവജാലങ്ങൾ ഇല്ലാതാവുക. അതായത് അവറ്റകളുടെ എണ്ണം എന്ത് ചെയ്യുക? കുറഞ്ഞു കുറഞ്ഞു വരിക. അത് പല കാരണങ്ങളാലാവാം. ഒന്ന് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടാവാം. കാരണം മനുഷ്യന് വേട്ടയാടാൻ പല മൃഗങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്കറിയാം, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. ആ വേട്ടയാടൽ കാരണം എന്ത് ചെയ്യാം? വംശനാശ ഭീഷണി നേരിടാം. അതുപോലെ തന്നെ മനുഷ്യന് മനുഷ്യന്റെ മറ്റു പ്രവൃത്തികൾ കൊണ്ടും എന്ത് ചെയ്യാം? ജീവികൾക്ക് നാശങ്ങൾ സംഭവിക്കാം. പണ്ട് കാലത്ത് നമുക്കറിയാം കുറെ അധികം ജീവികൾ ചിലപ്പോൾ നമുക്ക് ചുറ്റുഭാഗം, നമ്മളെ വീടിന്റെ ചുറ്റുഭാഗത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സമയത്ത് ഇപ്പോ അത്ര എന്ത് ചെയ്യാൻ കഴിയൂല, കാണാൻ കഴിയൂല. അതപ്പോ അവറ്റകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ റെഡ് ഡാറ്റ ബുക്ക് ഇറക്കിയിട്ടുള്ളത്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ജീവികളുടെ പേരും കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക? ഒന്ന് നോക്കുക. ആ റെഡ് ഡാറ്റ ബുക്ക് ആ പേര് മാത്രം ഓർത്ത് വെക്കുക. എന്നിട്ട് അങ്ങനെ ചോദിക്കുള്ളൂ, അല്ലാതെ വിശദീകരിച്ച് എഴുതാനൊന്നും ചോദിക്കൂല. റെഡ് ഡാറ്റ ബുക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണെന്ന് മനസ്സിലായില്ലേ? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് ഇതാക്കുന്നതാണ് എന്ത്? എഴുതി വെച്ച ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇനി അടുത്ത ഇതിന്റെ ചോട്ടിലുണ്ട് നിശ സഞ്ചാരികൾ. എന്താ നിശ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നിശാ സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ
രാത്രി കാലങ്ങളില് സഞ്ചരിക്കുന്ന പക്ഷികളെയാണ് എന്ത് പറയാ? നിശാസഞ്ചാരികൾ. രാത്രി കാലങ്ങളില് സഞ്ചരിക്കുന്ന പക്ഷികളെയാണ് എന്ത് പറയാ? നിശാസഞ്ചാരികൾ. എന്തിനു വേണ്ടിയിട്ടൊക്കെ അവര് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുക? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആണ് പ്രധാനമായിട്ടും ഈ നിശാസഞ്ചാരികള് രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യാം? സഞ്ചരിക്കാം. ഈ ഇങ്ങനെയുള്ള പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാത്രി കാണാൻ കഴിയും. ഈ പക്ഷികൾക്ക് രാത്രി കാഴ്ച ശക്തിയുണ്ട്. അവർക്ക് രാത്രി എന്ത് ചെയ്യാൻ കഴിയും? ജീവികൾ അല്ലെങ്കിൽ തന്റെ ഇരയെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ഇരയെ പിടിക്കാന് ചിലപ്പോൾ കണ്ടിട്ടില്ലേലും ചില പക്ഷികള് രാത്രി സഞ്ചരിക്കുന്ന പക്ഷികള് തന്റെ ഇരയുടെ ശബ്ദം കേട്ടിട്ടും അതേപോലെ തന്നെ മണം പിടിച്ചിട്ടും എന്ത് ചെയ്യും? തന്റെ ഇരയെ പിടിക്കാൻ കഴിയും. അത് ആ പ്രത്യേകത ഈ നിശാസഞ്ചാരികളായ പക്ഷികൾക്ക് മാത്രമേ ഉള്ളൂ. രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന പക്ഷികൾക്കുള്ള പ്രത്യേകതയാണ് അവർക്ക് തന്റെ ഇരയെ എന്ത് ചെയ്യാൻ കഴിയും? മണത്തും അതേപോലെ തന്നെ ശബ്ദം കേട്ടിട്ടും പിടിക്കാൻ കഴിയും. ചില നിശാസഞ്ചാരികൾക്ക് രാത്രി എന്ത് ചെയ്യാം? കാണാൻ കഴിയും. ആ കണ്ടുകാണ്ടും എന്ത് ചെയ്യാം? ഇരയെ പിടിക്കാൻ കഴിയും. അതേപോലെ ഇവയ്ക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഈ നിശാസഞ്ചാരികൾക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് രാത്രി ചിറകടിക്കുമ്പോൾ ശബ്ദമില്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? പറക്കാൻ കഴിയും. ഇരയുടെ അടുത്തേക്ക് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷികളാണ് നിശാസഞ്ചാരികൾ. അതിൽ നമുക്ക് പ്രധാനമായിട്ടും ചില പക്ഷികൾ രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യും? മീനിനെ വേട്ടയാടാൻ പോകും. അതേപോലെ തന്നെ എലികളെ കേട്ടിട്ടില്ലേ? രാത്രി കാലങ്ങളിൽ എലികളെ എന്ത് ചെയ്യാൻ കഴിയും? വേട്ടയാടാം. എലികളെ വേട്ടയാടുന്ന പക്ഷി ഏതാണെന്നറിയോ? ഏതാ അറിയോ? നമ്മളെ കൃഷിയിടങ്ങളിലൊക്കെ എലി പെരുകുന്നതൊക്കെ തടയുന്ന പക്ഷി. മൂ മൂങ്ങയാണോ? അതന്നെ മൂങ്ങ. മൂങ്ങനെ കേട്ടിട്ടില്ലേ? മൂങ്ങ ആരാണ്? നിശാസഞ്ചാരിയാണ്. രാത്രി കാലങ്ങളില് സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ് മൂങ്ങ. മൂങ്ങയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിലെ എലി അതേപോലെ തന്നെ ആഹ് എലിയൊക്കെയാണ് മൂങ്ങയുടെ പ്രധാന ഭക്ഷണം ട്ടോ. പിന്നുള്ളത് മീനിനെ വേട്ടയാടുന്ന നമ്മളെ മീൻകൂമൻ എന്ന് പറയും. മൂങ്ങന്റെ അതേ വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ് മീൻകൂമൻ. മീൻകൂമൻ എന്ന് പറഞ്ഞ പക്ഷി മീനുകളെയാണ് എന്ത് ചെയ്യുക? വേട്ടയാടുക. മനസ്സിലായോ? ഇതാണ് രാത്രി സഞ്ചാരികൾ. രാത്രി സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് നിശ സഞ്ചാരികൾ. അങ്ങനെയുള്ള പക്ഷികളുടെ പ്രത്യേകതയാണ് അവർക്ക് രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കണ്ടുങ്ങാണ്ടും അതേപോലെ തന്നെ കേട്ടും മണം പിടിച്ചും എന്ത് ചെയ്യാം? ഇരയെ പിടിക്കാൻ സാധിക്കും. മനസ്സിലായോ? ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ ഈ ബുക്കിൽ കാണുന്ന മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന് മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത, പിന്നെ റെഡ് ഡാറ്റ ബുക്ക് എന്താണെന്നും നിശാസഞ്ചാരികൾ എന്താണെന്നും. അത് മൂന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി ആ അടുത്തതാണ് ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിനെ കുറിച്ച് നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഫുൾ സ്ക്രീൻ ആയിട്ടാണോ കാണുന്നത്? അല്ല. അല്ല. ഇല്ല. കാണുന്നുണ്ടോ? ഇല്ല. 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 ആ പ്രശ്നമില്ല, കേട്ടാ മതി കേട്ടോ. എന്തോ നെറ്റ്വർക്ക് പ്രശ്നം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒട്ടകപ്പക്ഷി. ചില പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമ്മളെ ചുറ്റുഭാഗത്ത് കാണുന്ന അധിക പക്ഷികൾക്കും പറക്കാൻ കഴിയും. മൈക്ക് ഓഫ് ആക്കി കേട്ടോ. പറക്കാൻ കഴിയൂല. എന്നാൽ ചില പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂല? പറക്കാൻ കഴിയൂല. എന്തുകൊണ്ടാണ് ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് അറിയോ? നമ്മൾ പ്രധാനമായിട്ട് പറക്കാൻ ഉപയോഗിക്കുന്ന പക്ഷികളുടെ ഒരു അവയവമാണ് ഏത്? ചിറക് അല്ലെ? ആ ചിറകിന്റെ എല്ലിന് ബലക്കുറവായിരിക്കും പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയൂല? പറക്കാൻ കഴിയൂല. മൈക്ക് ഓഫ് ആക്ക് കേട്ടോ. പറക്കാൻ കഴിയാത്ത പക്ഷികളുടെ പ്രത്യേകതയാണ് അവയുടെ ചിറകുകളുടെ എല്ലുകൾക്ക് എന്താവും? ബലക്കുറവാവും. അതുകൊണ്ട് അവർക്ക് പറക്കാൻ കഴിയില്ല. അങ്ങനെ പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയാണ് ഒട്ടകപ്പക്ഷി.
ഒട്ടകപ്പക്ഷിയെ കൂടാതെ യമു, പെൻഗിൻ, അതേപോലെ കിവി, ഈ പക്ഷികൾക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയൂല, പറക്കാൻ സാധിക്കൂല. അതിലൊന്നാണ് ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോണത്. ലോകത്തില് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. അതായത് ലോകത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പക്ഷിയാണ് ഇത്, ഒട്ടകപ്പക്ഷി. അതായത് ഒരു ഏറ്റവും ഉയരമുള്ള ഒരു ഒട്ടകപ്പക്ഷിക്ക് 2 മീറ്റർ നീളം ഉണ്ടാവും. 2 മീറ്ററിലേറെ നീളം ഉണ്ടാവും. അപ്പൊ ഏകദേശം ഒരു നിങ്ങളത്ര നീളം ഉണ്ടാവും ഒട്ടകപ്പക്ഷിക്ക്. അതേപോലെ തന്നെ 150 കിലോഗ്രാം ഭാരവും ഉണ്ടാവും. നിങ്ങളത്ര ഉയരം ഉണ്ടാവും, നിങ്ങളെക്കാട്ടിൽ ഉയരം ഉണ്ടാവും, 150 കിലോ ഭാരം ഉണ്ടാവും. 150 കിലോ ഭാരം എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഒരു മനുഷ്യന് ഒരു 80-90 അത്ര കിലോനെ ഉണ്ടാവുള്ളൂ. ഒട്ടകപക്ഷി നമ്മൾ ഇരട്ടിണ്ട്, 150 കിലോ വരെ ഭാരം ഉണ്ടാവും. അതുപോലെ തന്നെ ഒട്ടകപക്ഷിക്ക് കാലില് 2 വിരല് മാത്രമേ ഉള്ളൂ. ഒട്ടകപക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം എത്രാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഏതോ ഒരു LSSന് ചോദിച്ചതാണ്, ഒട്ടകപക്ഷിയുടെ കാലിലെ വിരലുകൾ എത്രാന്ന്. അപ്പൊ നിങ്ങൾ പറയണ 2 കേട്ടോ. ഒട്ടകപക്ഷിന്റെ പ്രത്യേകതയാണ് പറക്കാൻ കഴിയൂല, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. അതുപോലെ ഉയരം കൂടുതൽ, 2 മീറ്ററിലേറെ ഉയരവും 150 കിലോഗ്രാം വരെ എന്തുണ്ടാവും, ഭാരവും ഉണ്ടാവും. 2 വിരലുകൾ മാത്രമാണ് ഒട്ടകപക്ഷിക്കുള്ളത്. മനസ്സിലായല്ലോ. പിന്നെ ഒട്ടകപക്ഷികൾ കൂട്ടമായിട്ടാണ് എന്ത് ചെയ്യുക, ജീവിക്കുക. നിങ്ങൾ ഫാമിലി യമൂനെയൊക്കെ കണ്ടിട്ടില്ലേ? യമു എന്ന് പറയുന്നത് ശരിക്കും ഒട്ടക പക്ഷിന്റെ ഒരു ചെറിയ രൂപമാണ് ഇത്, യമു. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഒറ്റക്കൊറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. കൂട്ടമായിട്ടാണ് എന്ത് ചെയ്യുക, ഒട്ടകപക്ഷികള് ജീവിക്കുക. അതേപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. അതേപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, ഓടാനും കഴിയും. ഏറ്റവും വേഗത്തിൽ ഓടാനും കഴിയുന്ന പക്ഷിയാണ്. അതേപോലെ തന്നെ ഏറ്റവും ഉയരമുള്ള പക്ഷിയുമാണ് ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷീനെ വെച്ചിട്ട് ചോദ്യങ്ങള് LSSന് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടകപ്പക്ഷിന്റെ പ്രത്യേകതയാണ്. ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത് പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്. അതേപോലെ തന്നെ വേഗത്തില് ഓടാൻ കഴിയുന്ന പക്ഷിയാണ്. ഏറ്റവും ഉയരം കൂടിയ പക്ഷിയാണ്. ഏറ്റവും വലിയ മുട്ടയുള്ള പക്ഷിയാണ്. ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ്, ഒട്ടകപക്ഷിയുടെ പ്രത്യേകതയാണ് കേട്ടോ. അതേപോലെ തന്നെ ഉം, ഏറ്റവും വലിയ കണ്ണ്, കരയില് ഉള്ള ജീവികളിൽ, അതായത് കടലിലല്ല കേട്ടോ, കരയിലുള്ള ജീവികളിലെ ഏറ്റവും വലിയ കണ്ണ് ആർക്കാണ്, ഒട്ടകപക്ഷിക്കാണ്. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ മുട്ട ഒട്ടകപക്ഷിന്റെ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തൂക്കം ഏകദേശം എത്ര വരും അറിയോ? 1.5 കിലോ. 1.5 കിലോഗ്രാം. 1.5 കിലോഗ്രാം വരെ തൂക്കം വരും ഒട്ടകപ്പക്ഷിയുടെ മുട്ടക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ. ഒന്നും കൂടി പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്, അതേപോലെ തന്നെ 2 വിരലുകളുള്ള പക്ഷിയാണ്, അതേപോലെ തന്നെ ഏറ്റവും വലിയ മുട്ടയുള്ള പക്ഷിയാണ്, ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷിയാണ്, അതേപോലെ തന്നെ കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷിയാണ് ഒട്ടകപക്ഷി. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഒട്ടകപക്ഷിയുടെ പ്രത്യേകത. ഇനി അടുത്തത് വരുന്നത് ദേശാടന പക്ഷികളാണ്. ദേശാടന പക്ഷികളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താ? ദേശം എന്ന് പറഞ്ഞാൽ എന്താ? നാട് എന്നാണ് അർത്ഥം, അല്ലെ? ഒരു നാട്ടിൽ നിന്ന് മറ്റേ നാട്ടിലേക്ക് പോകുന്ന പക്ഷികളെയാണ് എന്ത് പറയാ, ദേശാടന പക്ഷികൾ എന്ന് പറയാം. ഒരു നാട്ടിൽ നിന്ന് ദേശം, അത് ആലോചിച്ചാൽ മതി. ദേശം എന്ന് പറഞ്ഞ സ്ഥലം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പക്ഷികളെയാണ് ദേശാടന പക്ഷികൾ എന്ന് പറയാം. അവരെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയൂല, ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കൂല. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോണത് എന്നറിയോ? അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, പ്രജനനത്തിന് വേണ്ടിയിട്ട്. എന്താ പ്രജനനം എന്ന് പറഞ്ഞാൽ? കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത കാലാവസ്ഥ വരുമ്പോ, അവർക്ക് ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും, ചില പക്ഷികൾ പോകും. ചില പക്ഷികൾക്ക് എല്ലാ കാലാവസ്ഥയിലും എന്ത് ചെയ്യാൻ കഴിയൂല, ജീവിക്കാൻ കഴിയൂല. അപ്പൊ അവരെന്ത് ചെയ്യും, ആ സ്ഥലത്ത് നിന്ന് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥയുള്ള സ്ഥലങ്ങളുണ്ടാവും, അവിടേക്ക് എന്ത് ചെയ്യും, പോകും. ഇതിനു വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഒന്ന്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്.
പിന്നെ പ്രജനനം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ താങ്കൾക്ക് പറ്റാത്ത കാലാവസ്ഥയാണെങ്കിൽ പറ്റുന്ന കാലാവസ്ഥയിലേക്കും പോകും. ഇതിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷികള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ പോണ പക്ഷികളെയാണ് നമ്മൾ ദേശാടന പക്ഷികൾ എന്ന് പറയാം. ഇനി ഇവര് ചിലപ്പോ ഓരോ പക്ഷികളായിട്ടല്ല പോവുക ഒരു സ്ഥലത്ത് നിന്ന്. കൂട്ടത്തോടെയാണ് എന്ത് ചെയ്യുക, പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുക. ചില പക്ഷികൾ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള രാജ്യമാണ്. ചില പക്ഷികൾ എന്ത് ചെയ്യും, ഇന്ത്യന്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റേ സംസ്ഥാനത്തേക്ക് വരും. മനസ്സിലായോ? അതേപോലെ തന്നെ ചില പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യന്റെ പുറത്തേക്കും പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പോണ പക്ഷികളുണ്ട്. അങ്ങനത്തെ പക്ഷികളും ഉണ്ട്. മനസ്സിലായോ? അതായത് ഇന്ത്യക്കുള്ളില് പല സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ദേശാടനം നടത്തുന്ന പക്ഷികളും ഉണ്ട്. ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ദേശാടനം നടത്തുന്ന പക്ഷികളുണ്ട്. അതേപോലെ തന്നെ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ദേശാടനം നടത്തുന്ന പക്ഷികളുമുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു പക്ഷിയുണ്ട്. അതായത് ദേശാടനം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ പക്ഷി. ആ, അതെന്തായാലും പഠിച്ചു വെച്ചുകൊണ്ട് എഴുതാനും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും പഠിച്ചു വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത്? അതാണ് ആർട്ടിക് ടേൺ. മനസ്സിലായല്ലോ? ഏകദേശം 71,000 കിലോമീറ്റർ ദൂരമാണ് അവർ ഈ ദേശാടനത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നത്. 71,000 കിലോമീറ്റർ ആണ് കേട്ടോ. നമുക്കറിയാം നമ്മളെ മുള്ളിയാർച്ചിന്ന് പെരിന്തൽമണ്ണക്ക് എത്ര കിലോമീറ്ററാ? 4 കിലോമീറ്റർ ഉള്ളൂ. അത്ര ഉണ്ട്, 4 കിലോമീറ്റർ ഉണ്ട് പെരിന്തൽമണ്ണക്ക്. അത് പോകണമെങ്കിൽ തന്നെ നമുക്ക് 15-20 മിനിറ്റ് വേണം. അങ്ങനെയുള്ള സമയത്താണ് 71,000 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോ എത്ര സമയം എടുത്തിട്ടാണ് ആ പക്ഷി സഞ്ചരിക്കുന്നത് എന്ന് നോക്കാം. അത് ഒരു വർഷത്തിലാണ് 71,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ പക്ഷി ഏകദേശം ഒരു വർഷം എടുക്കും. ഒരു വർഷത്തിലാണ് എന്ത് ചെയ്യണത്, ഈ പക്ഷി ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അതേപോലെ തന്നെ ഇത് രാത്രിയും പകലും എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ചന്ദ്രനെ നോക്കിയിട്ടും അതേപോലെ തന്നെ വഴി അറിയാൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ ചന്ദ്രനെ നോക്കിയിട്ടും പകൽ സമയത്ത് സൂര്യനെ നോക്കിയിട്ടുമാണ് എന്ത് ചെയ്യുക, ഈ പക്ഷി സഞ്ചരിക്കുക. മനസ്സിലായോ? ഈ പക്ഷികൾക്ക് ഏകദേശം 15 മുതൽ 30 വയസ്സ് വരെയാണ് എന്ത് ആയുസുള്ളൂ. അത്ര കാലം ഇത് ജീവിക്കുള്ളൂ. 15 മുതൽ 30 കൊല്ലം വരെയാണ് എന്ത് ചെയ്യുക, ഈ പക്ഷികൾ ജീവിക്കുക. രാത്രി കാലങ്ങളിൽ ചന്ദ്രനല്ല കേട്ടോ, ഒരു തെറ്റുണ്ട്. നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് സഞ്ചരിക്കുക. ചന്ദ്രനല്ല, നക്ഷത്രങ്ങളെ. പകൽ സമയത്ത് സൂര്യനെയും രാത്രി കാലങ്ങളില് നക്ഷത്രങ്ങളെ നോക്കിയിട്ടുമാണ് ഈ പക്ഷി സഞ്ചരിക്കുക. ഈ പക്ഷി ഏകദേശം ഒരു വർഷത്തില് 71,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. മനസ്സിലായല്ലോ? എന്താണ് ദേശാടന പക്ഷി എന്നും ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണെന്നും ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ചില പക്ഷികൾ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ദേശാടനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പക്ഷികളാണ്, ആ പക്ഷികളുടെ പേരാണ് ഞാൻ പറയുന്നത്. നാഗമോഹൻ എന്നുള്ള പക്ഷി, അതേപോലെ തന്നെ വാൽക്കുലുക്കി പക്ഷി, മണൽ പുള്ളുകൾ, മഞ്ഞക്കിളി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് മഞ്ഞക്കിളി കേട്ടോ. അത് നമ്മളെ നാട്ടിലൊക്കെ കാണാൻ കഴിയും മഞ്ഞക്കിളിനെ. നിങ്ങൾ മഞ്ഞക്കിളിനെ കണ്ടിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ മാത്രമേ നമ്മളെ പരിസരത്ത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മഞ്ഞക്കിളിനെ കാണാൻ കഴിയുള്ളൂ. സ്വാലിയ മൈക്ക് ഓഫ് ആക്കെ. മനസ്സിലായല്ലോ? ഇന്ത്യക്കുള്ളിൽ സഞ്ചരിക്കുന്ന പക്ഷികളിൽ പെട്ടതാണ് നാഗമോഹൻ, വാൽക്കുലുക്കി പക്ഷി, മണൽ പുള്ളുകൾ, മഞ്ഞക്കിളി. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ദേശാടന പക്ഷികൾ. ഇനി അടുത്തത് പറയാൻ പോണത്, അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ 4 പറഞ്ഞു. ഒന്ന് മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത പറഞ്ഞു, എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞു, എന്താണ് നിശാസഞ്ചാരികൾ എന്ന് പറഞ്ഞു, ഒട്ടകപക്ഷിയുടെ പ്രത്യേകതകൾ പറഞ്ഞു, ദേശാടന പക്ഷികൾ എന്താണെന്നും പറഞ്ഞു. ഏതൊക്കെയാണ് ഇന്ത്യക്കുള്ളില്
ദേശാടനം നടത്തുന്ന പക്ഷികൾ എന്നും പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആർട്ടിക് ടേണിനെ കുറിച്ചും പറഞ്ഞു. മനസ്സിലായല്ലോ? ഇനി തേൻകുരുവിയാണ് അടുത്ത പക്ഷി. തേൻകുരുവി കേട്ടിട്ടുണ്ടാവും അല്ലെ? തേൻകുരുവിന്റെ ഇംഗ്ലീഷാണ് ഹമ്മിങ് ബേർഡ്. തേൻകുരുവി എന്ന് പറയുന്ന പക്ഷിയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്, തേനാണ് അല്ലെ? തേൻ കുടിക്കണം എന്നുണ്ടെങ്കിൽ ആ പക്ഷിക്ക് കൈയും കാലൊക്കെ ഉണ്ടാവും? ഇല്ല. ചിറകും അതിന്റെ കൊക്ക്, അതിന്റെ രണ്ടിന്റെ പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് ഈ തേൻകുരുവി എന്ത് ചെയ്യണത്? തേൻ കുടിക്കുന്നത്. അതായത് തേന് പൂക്കളിൽ നിന്നാണ് തേന് കിട്ടുക. ആ പൂക്കളിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിറകടിക്കാതെ എന്ത് ചെയ്യണം? പൂവിന്റെ അടുത്ത് നിൽക്കണം. അതേപോലെ തന്നെ അടിക്കാതെ നിന്നാ പോരാ, വളഞ്ഞ കൊക്ക് ഉപയോഗിച്ചിട്ട് ആ തേന് എന്ത് ചെയ്യും വേണം? കുടിക്കും വേണം. അങ്ങനെ കുറെ നേരം എന്ത് ചെയ്യാൻ കഴിയും ഈ തേൻകുരുവിക്ക്? പൂക്കളിന്റെ അടുത്ത് കുറെ നേരം ചിറകടിച്ച് നിൽക്കാൻ കഴിയും ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ വളഞ്ഞ സൂചി പോലെയുള്ള കൊക്കാണ്, കൂർത്ത് വളഞ്ഞിട്ടാണ് അതിന്റെ കൊക്ക്. ഇതിന്റെ ഫോട്ടോ ഞാൻ അയച്ചുതരാം. തേൻകുരുവിന്റെ കൊക്ക് എന്ന് പറയുന്നത് വളഞ്ഞ് സൂചി പോലെ നീണ്ട് വളഞ്ഞ കൊക്കാണ്. ആ കൊക്ക് ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക? തേന് പൂക്കളിൽ നിന്ന് കുടിക്കുക. അതേപോലെ തന്നെ വേഗത്തില് ചിറകടിച്ചിട്ടാ നിൽക്കുക. അതിന്റെ സ്ലോ മോഷനിൽ ഒരു വീഡിയോ ഉണ്ട്, അതും കാണിച്ചു തരാം. തേൻകുരുവി ആ പൂവിന്റെ അടുത്ത് നിന്ന് തേൻ കുടിക്കുന്ന ഒരു വീഡിയോ. അതായത് ഭയങ്കര സ്പീഡിൽ ചിറകടിച്ചിട്ടാണ് എന്ത് ചെയ്യുക? തേൻകുരുവി പൂവിന്റെ അടുത്ത് നിൽക്കുക. അപ്പൊ ഏറ്റവും വേഗത്തിൽ ചിറകടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വളഞ്ഞ സൂചി പോലെയുള്ള കൊക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുകയും ചെയ്യും. പിന്നെ ഈ പക്ഷിയുടെ ഒരു പ്രത്യേകതയാണ്, ഈ പക്ഷിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുന്നോട്ടും പിന്നോട്ടും അതേപോലെ തന്നെ വശങ്ങളിലേക്കും എന്ത് ചെയ്യാൻ കഴിയും? പറക്കാൻ കഴിയും. രണ്ട് സൈഡിക്കും അതേപോലെ തന്നെ മുമ്പുക്കും പിന്നിക്കും വേഗത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? പറക്കാൻ കഴിയും. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കും. 50 കിലോമീറ്റർ വേഗത പറഞ്ഞാൽ നമ്മളൊരു ബൈക്ക് സഞ്ചരിക്കുന്ന വേഗതയാണ്. നമ്മൾ സാധാരണ ഒരു ബൈക്കുമ്പോൾ പോവുകയാണെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡിലേ പോവുള്ളൂ. അത്രയും വേഗത്തിൽ ആർക്ക് സഞ്ചരിക്കാൻ കഴിയും? തേൻകുരുവിക്ക് സഞ്ചരിക്കാൻ കഴിയും. തേൻകുരുവിയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് തേനാണ്. ആ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നേരം വേഗത്തിൽ ചിറകടിച്ച് നിൽക്കാൻ കഴിയും. അതേപോലെ തന്നെ വളഞ്ഞ നീണ്ട സൂചി പോലെയുള്ള കൊക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? തേൻ കുടിക്കുക. പിന്നെ മുമ്പോട്ടും പിമ്പോട്ടും വശങ്ങളിലേക്കും എന്ത് ചെയ്യാൻ കഴിയും? തേൻകുരുവിക്ക് സഞ്ചരിക്കാൻ കഴിയും. മനസ്സിലായോ? മനസ്സിലായല്ലോ അല്ലെ? അടുത്തൊരു പക്ഷി, നിങ്ങൾ കേൾക്കാത്ത ഒരു പക്ഷിയാണ്. ഏതാണ്? ഹമ്മിങ് ബേർഡിനെ കുറിച്ചോ? ഓക്കെ. ഹമ്മിങ് ബേർഡിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹമ്മിങ് ബേർഡിന്റെ മലയാളമാണ് തേൻകുരുവി. പേരിൽ തന്നെ ഉണ്ട്, തേനാണ് ഹമ്മിങ് ബേർഡിന്റെ അല്ലെങ്കിൽ തേൻകുരുവിയുടെ പ്രധാന ഭക്ഷണം. ആ തേൻ കുടിക്കണം എന്നുണ്ടെങ്കിൽ പൂക്കളിലല്ലേ തേനും പൂമ്പൊടിയും തേനുമാണ് അതിന്റെ പ്രധാന ഭക്ഷണം. പൂമ്പൊടി എന്ന് പറഞ്ഞാൽ പൂവിന്റെ ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞ കളറുള്ള സാധനം കണ്ടിട്ടില്ലേ? അതാണ് പൂമ്പൊടി. ആ പൂമ്പൊടിയും തേനുമാണ് തേൻകുരുവിയുടെ പ്രധാന ഭക്ഷണം. അത് പൂക്കളിൽ നിന്നാണ്. പൂക്കളിൽ പക്ഷികൾക്ക് ഇരിക്കാൻ കഴിയൂല, അത്രയും ബലം കുറവാകും പൂക്കളിൽ. അപ്പൊ അതിന് വായുവിൽ എന്ത് ചെയ്യണം? കൂടുതൽ നേരം പറന്ന് നിൽക്കണം. ആ പറന്ന് നിന്നിട്ട് കൊക്ക് ഉപയോഗിച്ച്, സൂചി പോലെയുള്ള കൊക്ക് ഉപയോഗിച്ചിട്ടാണ് പൂക്കളിൽ നിന്ന് എന്ത് ചെയ്യുക? തേൻ കുടിക്കുക. അതേപോലെ തന്നെ പിറകിലോട്ട് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷിയാണ് തേൻകുരുവി. ബാക്ക് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷിയാണ് ആര്? തേൻകുരുവി കേട്ടോ. വേറൊരു പക്ഷിക്ക് എന്ത് ചെയ്യാൻ കഴിയൂല. ബാക്ക് പറക്കണ കണ്ടുക്കണോ നിങ്ങള്? ഇല്ല. ഈ തേൻകുരുവിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ബാക്കിലോട്ട് പറക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരും, ബാക്കിലോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി ഏത്? അതിന്റെ ഉത്തരമാണ് തേൻകുരുവി. അപ്പൊ ഈ തേന് കുടിക്കാൻ വേണ്ടിയിട്ട് തേൻകുരുവിയെ സഹായിക്കുന്നത് നീണ്ടു വളഞ്ഞ കൊക്കും പിന്നെ വായുവിൽ ഏറെ നേരം എന്ത് ചെയ്യാൻ കഴിയും? ചിറകടിച്ച് നിൽക്കാൻ കഴിയും. ഈ രണ്ട് പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് തേൻകുരുവി പൂക്കളിൽ നിന്ന് തേനും പൂമ്പൊടി എടുക്കുന്നത്. മനസ്സിലായോ? പിന്നെ വേഗത്തിൽ ചിറകടിച്ച് നിൽക്കാൻ കഴിയുന്ന പക്ഷിയാണ് തേൻകുരുവി. ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത പക്ഷിയാണ്, നിങ്ങൾ കേട്ടിക്കണോന്ന് എനിക്കറിയില്ല, നീ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിക്കണോന്നും അറിയില്ല കേട്ടോ, എന്നാലും കേട്ടോ. റൂപ്പൻസ് ഗ്രിഫർ കഴുകൻ. കഴുകനിൽപ്പെട്ട റൂപ്പൻസ് ഗ്രിഫർ കഴുകൻ കേട്ടിക്കണോ? കേട്ടിട്ടില്ല.
ആ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. മതി മതി, കേട്ടിട്ടില്ല. അപ്പൊ ആ റൂപ്പൻസ് ഗ്രിഫർ കഴുകൻ, കഴുകനിൽ പെട്ട തന്നെയാണ്. കഴുകന്റെ പ്രധാന ഭക്ഷണം എന്താന്ന് നിങ്ങൾക്ക് അറിയും? പച്ചക്കറിയാണോ? അല്ല, മാംസാണ് കഴുകന്മാരുടെ പ്രധാന ഭക്ഷണം. ഈ റൂപ്പൻസ് ഗ്രിഫർ കഴുകന്റെ പ്രത്യേകത, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് റൂപ്പൻസ് ഗ്രിഫർ കഴുകൻ. ട്ടോ, ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് റൂപ്പൻസ് ഗ്രിഫർ കഴുകൻ. ഇവയെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? കിഴക്കൻ ആഫ്രിക്കയിലാണ് ഈ കഴുകന്മാരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് ഇരപിടിയൻ പക്ഷിയാണ്. ഈ പക്ഷി, കഴുകന്മാർ നിങ്ങൾക്കറിയാം ഇരപിടിയനാണ് അല്ലെ? ഇരപിടിയന്മാരുടെ പ്രത്യേകത അറിയില്ലേ? പഠിച്ചിട്ടുണ്ടാവും നിങ്ങള്. ഇരപിടിയൻ പക്ഷികളുടെ പ്രത്യേകത കൂർത്ത കൊക്കും നഖങ്ങൾ കൂർത്തതൊക്കെ ആക്കാരം. അത് ഉപയോഗിച്ചിട്ടാണ് അവര് ഇരയെ പിടിച്ച് അവരുടെ മാംസം ഭക്ഷിക്കുന്നത്. അപ്പൊ അവരുടെ പ്രധാന ഭക്ഷണം എന്താണ്? മാംസാണ്. പിന്നെ ഈ പക്ഷിയുടെ റൂപ്പൻസ് ഗ്രിഫർ കഴുകന്റെ പ്രത്യേകത, ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയും ചെയ്യും. ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത്. ഇരപിടിയൻ പക്ഷിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് റെഡ് ഡാറ്റ ബുക്ക് പറഞ്ഞു. ആ ബുക്കിലുള്ള ഒരു പക്ഷിയാണ് ഇത്, റൂപ്പൻസ് ഗ്രിഫർ കഴുകൻ. എന്തുകൊണ്ടാണ് ആ ബുക്കിൽ വന്നത്? ഇത് വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയാണ്. അതായത് ലോകത്തിലെ അവയുടെ എണ്ണം എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. മനസ്സിലായോ? പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞ ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത് കേട്ടോ. അത് ആലോചിച്ച് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇവക്ക് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത് എന്നറിയോ? എന്തുകൊണ്ടാണ് അത് കണ്ടെത്തിയത്? ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഇതാണെന്ന് കണ്ടെത്താൻ കാരണം, ഒരു സമയത്ത് ഏറ്റവും ഉയരത്തിൽ ഒരു പ്ലെയിന് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഏറ്റവും ഉയരത്തിൽ പ്ലെയിന് പോണ സമയത്ത് ആ പ്ലെയിനിന്റെ എഞ്ചിനിൽ ഒരു പക്ഷി ഇടിച്ചു. ആ പക്ഷി ഏതായിരുന്നു? ഈ റൂപ്പൻസ് ഗ്രിഫർ കഴുകനായിരുന്നു. ഒരു പ്ലെയിന് പോണേക്കാട്ടിലും ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പക്ഷി പറക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ പ്ലെയിനിൽ ഇടിച്ചത് കൊണ്ടാണ് ഇവർ കണ്ടെത്തിയത് ഏറ്റവും ഉയരത്തിൽ പോകുന്ന പക്ഷി ഇതാണെന്ന്. മനസ്സിലായോ? മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നമ്മളെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് അല്ലേ? അരമണിക്കൂറായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. എനിക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഞാന് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പഠിച്ച കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ മനസ്സിലാക്കണം. പറ്റുമോ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നാൽ മതി. ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞു തന്നാൽ മതി. പക്ഷെ ഇതില് നിങ്ങളെ അമ്മാരെ പേരാ വരുന്നത്. ആരാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒന്ന് രണ്ടാളുകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. പോണ്ട പോണ്ട, വീഡിയോ ഓഫ് ആക്കി പോണ്ട. മുബീന, അസ്മില, ഹന, സ്വാലിഹ്. ഓക്കെ. ഇനി ഇനി കൂടുതൽ എടുക്കണോ? ഞാൻ പേര് വിളിക്കാം. ഓല് പറഞ്ഞാ മതി കേട്ടോ. ഇപ്പൊ തന്നെ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. ഇത് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഇനി രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാളുകളെ കുറിച്ചിട്ട്. പക്ഷിയുമായി ബന്ധപ്പെട്ട രണ്ട് ആളുകളെ കുറിച്ചിട്ട്. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഡോക്ടർ സാലിം അലി കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഡോക്ടർ സാലിം അലി നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അദ്ദേഹം ആരാണ്? പക്ഷി നിരീക്ഷകനാണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഡോക്ടർ സാലിം അലി. അദ്ദേഹം എന്നാ ജനിച്ചതെന്ന് അറിയോ? നവംബർ 12 വർഷം 1896 കേട്ടോ. 1896 നവംബർ 12-നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ജനിച്ചത്. അതുകൊണ്ട് തന്നെ നവംബർ 12 ഇനി വരാൻ പോകണുള്ളൂ. ആ നവംബർ 12 ഇന്ത്യയുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. മൈക്ക് ഓഫ് ആക്ക്. ഇന്ത്യയുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് എന്ത്? ഈ സാലിം അലിയുടെ ജന്മദിനം. അതായത് നവംബർ 12. അത് മറക്കരുത്. പക്ഷി
കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ സാലിം അലി. അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 12. ഇന്ത്യയിലെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ 12. മനസ്സിലായല്ലോ? ഇനി അദ്ദേഹം എവിടെ ജനിച്ചത് എന്നറിയോ? മുംബൈയിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ അല്ലെങ്കിൽ ബോംബെ എന്ന് പറയും. പണ്ടത്തെ കാലത്ത് ബോംബെ എന്ന് പറയാം, ഇപ്പൊ മുംബൈ എന്ന് പറയാം കേട്ടോ. അവിടെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ആത്മകഥ എന്നാ പറയാ. സ്വന്തമായിട്ട് ബുക്ക് എഴുതുന്നതിന് എന്താ പറയാ? ആത്മകഥ. അയാളെ കുറിച്ചിട്ട് തന്നെ എഴുതുന്നതിനെയാണ് ആത്മകഥ എന്ന് പറയാ. അപ്പൊ ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. നമ്മളെ ക്വിസ് മത്സരങ്ങൾക്കൊക്കെ ചോദിച്ചിരുന്നു ഡോക്ടർ സാലിം അലിയുടെ സെബിൻ എന്താ ടീച്ചർ ആ എന്താണെന്നോ? സജിൻ ടീച്ചർ പറഞ്ഞു ആത്മകഥയുടെ പേരെന്താണെന്ന്. അപ്പൊ ഒരു കുരുവിയുടെ പതനം. അത് മറക്കരുത് കേട്ടോ. ഒരിക്കലും മറക്കരുത്. ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഒരു കുരുവിയുടെ പതനം. നമ്മളെ അടുത്തുള്ള ഒരു കാടുണ്ട് പാലക്കാട് ജില്ലയിൽ, സൈലന്റ് വാലി എന്ന് കേട്ടിട്ടില്ലേ? ആ സൈലന്റ് വാലിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സാലിം അലി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ കാടുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കണം. സൈലന്റ് വാലിയും ഒക്കെ മരം വെട്ടിയിട്ടും അതുപോലെ കാട് കയ്യേറി അവിടെ ബിൽഡിങ്ങുകളും മറ്റും കിട്ടുന്നത് കൊണ്ടൊക്കെ എന്താണ്, കാട് നശിക്കുകയാണ്. അദ്ദേഹം ഈ സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ സാലിം അലി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അതേപോലെയുള്ള വേറൊരു പേരാണ് കെ നീലകണ്ഠൻ. അദ്ദേഹവും ഒരു പക്ഷി നിരീക്ഷകനാണ്. അപ്പൊ പക്ഷി നിരീക്ഷകരിൽ രണ്ട് പേര് പറഞ്ഞു. ഒന്ന് ഡോക്ടർ സാലിം അലിയും ഒന്ന് കെ നീലകണ്ഠൻ. നീലകണ്ഠനെ കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പക്ഷി നിരീക്ഷകനാണ് കെ നീലകണ്ഠൻ. അദ്ദേഹത്തിന് വേറൊരു പേര് കൂടിയുണ്ട്. ഇന്ദുചൂടൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അറിയാം, ഇന്ദുചൂടൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ആൾ ആരാണ്? കെ നീലകണ്ഠനാണ്. ഇനി അത് രണ്ടും വേറെ വേറെ പേരാണെന്ന് കരുതരുത്. രണ്ടും ഒരാളെ പേരാണ് കേട്ടോ. അപ്പൊ രണ്ടുപേര് മനസ്സിലായില്ല. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണെന്നറിയോ? അദ്ദേഹം എഴുതിയ പുസ്തകം കേരളത്തിലെ പക്ഷികൾ എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് കേട്ടോ. കേരളത്തിലെ പക്ഷികൾ. ഡോക്ടർ സാലിം അലിയുടേത് ഒരു കുരുവിയുടെ പതനവും കെ നീലകണ്ഠന്റേത് കേരളത്തിലെ പക്ഷികളും. രണ്ടാളത് ഇനി മറക്കൂലല്ലോ? മറക്കൂല. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ആള്, മൂന്നാളുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട രണ്ടാളെ ഞാൻ പേര് പറഞ്ഞു. ഡോക്ടർ സാലിം അലി, കെ നീലകണ്ഠനും. കെ നീലകണ്ഠന്റെ വേറൊരു പേരാണ് ഇന്ദുചൂടൻ. അതേപോലെ തന്നെ സാലിം അലി എഴുതിയ ബുക്കിന്റെ പേരാണ് ഒരു കുരുവിയുടെ പതനം. അതേപോലെ തന്നെ നീലകണ്ഠൻ എഴുതിയ ബുക്കിന്റെ പേരാണ് കേരളത്തിലെ പക്ഷികൾ. ഈ 4 കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. ഇനി അടുത്തത് ഒരാളും കൂടി ഉണ്ട്. അയാൾ അത്ര ഫേമസ് അല്ല, എങ്കിലും അയാളെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡോ ഡോ ആർ സുഗതൻ. ഡോക്ടർ ആർ സുഗതൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? സാലിം അലിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ആര്? ഡോക്ടർ സുഗതൻ. നിങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതങ്ങൾ കേട്ടുക്കണോ? എന്താ പക്ഷി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ? ഈ പക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് പക്ഷി സങ്കേതങ്ങൾ എന്ന് പറയാം. ബേർഡ് സാങ്ച്വറി എന്ന് പറയും ഇംഗ്ലീഷില്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പക്ഷി സങ്കേതങ്ങൾക്ക് പോയിക്കണോ? കേരളത്തിൽ ഒരുപാട് പക്ഷി സങ്കേതങ്ങളുണ്ട്. അതിൽ നമ്മളെ ഏറ്റവും എടുത്തു കിടക്കുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി. കടലുണ്ടി പക്ഷി സങ്കേതം കോഴിക്കോടിന്റെയും മലപ്പുറം ജില്ലേന്റെയും അതിർത്തിയിലാണ് എന്ത് കടലുണ്ടി പക്ഷി സങ്കേതം. അവിടെ ചില സമയങ്ങളിൽ പോയാല്, ഞാൻ പോയിട്ടുണ്ട് അങ്ങോട്ട്, നിങ്ങളെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അവിടെ പോയി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പക്ഷികളെ കാണാൻ കഴിയും. ആ കൊടലുണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു പുഴയും കടലും ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ്. ആ പുഴന്റെ അവിടെ എന്തുണ്ട്? ഒരു മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ടയില് ഒരുപാട് പക്ഷികള്, ദേശാടന പക്ഷികള് വന്നിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് പോകുമ്പോ അറിയാം, അവിടെ കാണാൻ കഴിയും ഒരുപാട് പക്ഷികൾ കേട്ടോ. അപ്പൊ തട്ടേക്കാടും ഈ
ആ മൈക്ക് ഓഫ് ആക്ക്. തട്ടേക്കാട് പോലെയുള്ള ഒരു പക്ഷി സങ്കേതം തന്നെയാണ്, അല്ല കടലുണ്ടി പോലെയുള്ള ഒരു പക്ഷി സങ്കേതം തന്നെയാണ് ഏത്, തട്ടേക്കാട്. ആ തട്ടേക്കാട് കണ്ടെത്തിയ ആളാണ് ആര്? അതായത് ഈ തട്ടേക്കാടില് ഒരുപാട് പഠനം നടത്തിയ ആളാണ് ആര്? ഡോക്ടർ ആർ സുഗതൻ. ആ സുഗതൻ എന്ന് പറയുന്ന പക്ഷി നിരീക്ഷകന് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പക്ഷികളെ കുറിച്ചിട്ട് പഠനം നടത്തിയിട്ടുണ്ട് ട്ടോ. എന്തുകൊണ്ടാണ് അവിടെ പോയി പഠനം നടത്തുന്നതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് നമ്മളെ പെരിന്തൽമണ്ണ ടൗണിൽ പോയിട്ട് പക്ഷികളെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ പക്ഷികളെ കാണാൻ കഴിയൂല. അവിടെ മനുഷ്യന്മാരും കുറെ ബിൽഡിങ്ങുകളെ കാണാൻ പോയുള്ളൂ. പക്ഷികളെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പക്ഷി സങ്കേതങ്ങളിൽ പോകണം. അവിടെ അപ്പൊ അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലമാണ് തട്ടേക്കാട്. ഇടുക്കി ജില്ലയിലാണ് തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. ആ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഉം? എന്താ പറഞ്ഞ? പക്ഷെ ഞാൻ ഷിഫിലാണ്, ഫോണിൽ ചാർജ് ഇല്ല. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മനസ്സിലായി. ആ ഇന്ന് ഇത്രയും പോരെ? മനസ്സിലായി. ഇത്രയും പോരെ? മടുത്തോ? ഈ മാഷ് സ്കൂളിൽ നിന്ന് സ്വൈരം തരൂല, ഇനി ഓൺലൈൻ ക്ലാസ്സിലും സ്വൈരം തരൂല എന്ന് പറഞ്ഞ പോലെ ഇല്ലേ? മടുത്തിട്ടൊന്നുമില്ല. ആ ആ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ. അന്ന് നമ്മൾ എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടി എന്ത് ചെയ്യാം, ചുരുക്കി പറഞ്ഞു തരാം. എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഓർമ്മല്ലേ? എന്താണ്? പക്ഷികള്, പ്രധാനമായിട്ട് പക്ഷികളുടെ പ്രത്യേകതകൾ പറഞ്ഞു അല്ലെ? ഒരു ജീവിയെ എന്തുകൊണ്ടാണ് നമ്മൾ പക്ഷികൾ എന്ന് പറയുന്നത്? ആ പക്ഷികൾക്ക് കാണപ്പെടുന്ന പൊതുവായ പ്രത്യേകതകൾ. പക്ഷികൾക്ക് തൂവലുണ്ടാവും, മുട്ടയിടും, കൊക്കുണ്ടാവും, വാലുണ്ടാവും, ചിറകുണ്ടാവും, കാലുണ്ടാവും. ഓക്കെ, അതാണ് പക്ഷികളുടെ പ്രത്യേകതകൾ. പിന്നെ നമ്മൾ പറഞ്ഞത് മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താ മലമുഴക്കി എന്നുള്ള പേര് വരാൻ കാരണം? ഇറ്റകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശബ്ദത്തോടു കൂടിയുള്ള ചിറകടിയാണ്, അല്ലെങ്കിൽ നല്ല ശബ്ദത്തിലാണ് അവർ എന്ത് ചെയ്യുക, ചിറകടിച്ച് പറക്കുക. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യണത് മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത്. ആ മലമുഴക്കി വേഴാമ്പലിന് ജീവിതകാലം വരെ ഒരു ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം 50 വർഷം വരെ എന്ത് ചെയ്യാൻ കഴിയും? മലമുഴക്കി വേഴാമ്പലിന് ജീവിക്കാൻ കഴിയും. ഇനി അതേപോലെ തന്നെ മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത, അത് അടയിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉയരം കൂടിയ മരത്തിലാണ് എന്ത് ചെയ്യുക, കൂട് വെക്കുക. ആ കൂട് വെക്കുന്ന സമയത്ത് തന്നെ, ആ കൂട് വെക്കുന്ന സമയത്ത് പെൺ വേഴാമ്പലിന്റെ തൂവലുകളൊക്കെ എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോകും, ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകും. ആ സമയത്ത് അത് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൂട് എന്ത് ചെയ്യും? മണ്ണ് കൊണ്ട് അടക്കും. ആ കൊക്ക് മാത്രം ഉള്ളിക്കിടാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, കൂടുണ്ടാക്കുക. എന്തിനാണത്? പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അവിടെ ഒരു മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ ആ വേഴാമ്പൽ അവിടെ നിന്ന് കൂട് മാറ്റും, അവിടെ നിൽക്കൂല കേട്ടോ. അതാണ് വേഴാമ്പലിന്റെ പ്രത്യേകത. പിന്നെ നല്ല പഴങ്ങളും അതേപോലെ തന്നെ ഇതൊക്കെയാണ് ആർക്ക് കൊണ്ടേ കൊടുക്കുക? ഇണക്ക് കൊണ്ടേ കൊടുക്കുക. പിന്നെ അവരാ കുരു കഴിക്കുവോ? ഇല്ല, കുരു എന്ത് ചെയ്യും? കളയും. അപ്പൊ അതാ കുരു അവിടെ കളഞ്ഞ് മുളക്കും, പുതിയ ചെടിയായി മാറും അല്ലെ? അതുകൊണ്ട് തന്നെ കാട്ടിലെ കർഷകൻ എന്നും ആർക്ക് പേരുണ്ട്? മലമുഴക്കി വേഴാമ്പലിന്റെ പേരുണ്ട്. ഇനി അടുത്ത റെഡ് ഡാറ്റ ബുക്ക്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞു? റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെ കുറിച്ച് പറയുന്ന ബുക്കാണ് ഇത്, റെഡ് ഡാറ്റ ബുക്ക്. അതേപോലെ പിന്നെ എന്താ പറഞ്ഞത്? നിശാ സഞ്ചാരികൾ, രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന പക്ഷികളെയാണ് എന്ത് പറയാ? നിശാ സഞ്ചാരികൾ എന്ന് പറയാം. അതിൽ പെട്ട പക്ഷികളാണ് മൂങ്ങ. കേട്ടിട്ടില്ലേ? മൂങ്ങക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാത്രി കാലങ്ങളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ രാത്രി സഞ്ചരിക്കുന്ന പക്ഷികൾക്ക് ഇരയെ പിടിക്കുക എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ഒന്നെങ്കിൽ കണ്ടുകാണ്ട് പിടിക്കും, അല്ലെങ്കിൽ മണത്ത് മൂക്കുകൊണ്ട് മണത്ത് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് നിശാസഞ്ചാരികൾ. പിന്നെ പറഞ്ഞത് നമ്മൾ എന്താണ്? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിന്റെ പ്രത്യേകത പറഞ്ഞു. ഒട്ടകപ്പക്ഷിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. എന്തൊക്കെയാണ്? ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി, പറക്കാൻ കഴിയാത്ത പക്ഷി,
ഏറ്റവും വലിയ മുട്ടയുള്ള പക്ഷി, കരയിലെ ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി, 2 വിരലുകളുള്ള പക്ഷി, അങ്ങനെയൊക്കെ തുടങ്ങിയ പ്രത്യേകതകളുള്ള പക്ഷിയാണ് ഇത് ഒട്ടകപക്ഷി. പിന്നെ നമ്മൾ പറഞ്ഞത് ദേശാടന പക്ഷികളാണ്. ദേശാടന പക്ഷികൾ, ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാട്. ഒരു നാട്ടിൽ നിന്ന് മറ്റേ നാട്ടിലേക്ക് സഞ്ചരിക്കുന്ന പക്ഷികളെയാണ് ദേശാടന പക്ഷികൾ. രണ്ട് വിധം ദേശാടന പക്ഷികളുണ്ട് കേട്ടോ. ഒന്ന് ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ ദേശാടനം നടത്തുന്നതും മറ്റേത് ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് ദേശാടനം നടത്തുന്ന പക്ഷികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ പക്ഷി. ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ പക്ഷിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. അപ്പൊ ആർട്ടിക് ടേൺ ഒരു ദേശാടന പക്ഷിയാണ് കേട്ടോ. അതും കൂടി മനസ്സിലാക്കണം. ആർട്ടിക് ടേൺ എന്താണ്? ഒരു ദേശാടന പക്ഷിയാണ്. അതേപോലെ തന്നെ ആർട്ടിക് ടേണിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പകൽ സമയത്ത് എന്തിനെ നോക്കിയിട്ടാണ്? സൂര്യനെ നോക്കിയിട്ടും രാത്രി സമയങ്ങളിൽ നക്ഷത്രങ്ങൾ നോക്കിയിട്ടുമാണ് ദേശാടന പക്ഷികൾ എന്ത് ചെയ്യുക? സഞ്ചരിക്കുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ ദേശാടനം നടത്തുന്ന പക്ഷികളാണ് നാഗമോഹൻ. പേരൊന്ന് ഓർത്തുക. നാഗമോഹൻ, വാൽക്കുലുക്കി പക്ഷി, മണൽപ്പുള്ളകൾ, മഞ്ഞക്കിളി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞക്കിളി കേട്ടോ. ഇന്ത്യയുടെ ഉള്ളിൽ ദേശാടനം നടത്തുന്ന പക്ഷികളിൽ ഒന്നാണ് മഞ്ഞക്കിളി. പിന്നെന്താ പറഞ്ഞേ? തേൻകുരുവിനെ പറ്റി പറഞ്ഞു. തേൻകുരുവിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. തേൻകുരുവിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് തേൻകുരുവിക്ക് അന്തരീക്ഷത്തിൽ ചിറകടിച്ച് എന്ത് ചെയ്യാൻ കഴിയും? കൂടുതൽ നേരം നിൽക്കാൻ കഴിയും. അതേപോലെ തന്നെ തേന് കുടിക്കാൻ എന്തൊക്കെ ഉപയോഗിച്ചാ? നീണ്ടു വളഞ്ഞ സൂചി പോലെയുള്ള കൊക്ക് ഉപയോഗിച്ചും ചിറകുപയോഗിച്ച് ആണ് എന്ത് ചെയ്യുക? തേൻകുരുവി തേൻ കുടിക്കുന്നത്. പിറകോട്ട് സഞ്ചരിക്കാം, ബാക്കിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏക പക്ഷിയാണ് ഇത് തേൻകുരുവി. ബാക്കിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏക പക്ഷിയാണ് തേൻകുരുവി. ഓക്കെ. പിന്നെ ഒരു കഴുകനെ പറ്റി പറഞ്ഞു. ഏത് കഴുകനാണ്? റൂപ്പൻസ് ഗ്രിഫർ. ആ പേര് പഠിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. അപ്പൊ എഴുതി പഠിക്കണം കേട്ടോ. റൂപ്പൻ ഗ്രിഫർ, കഴുകൻ. ആ കഴുകന്റെ പ്രത്യേകത ഏറ്റവും ഉയരത്തില് പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് റൂപ്പൻ ഗ്രിഫർ കഴുകൻ. അതെങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാൽ, ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത് എങ്ങനെ കണ്ടെത്തി വെച്ചാൽ, വേഗത്തിൽ അല്ലെങ്കിൽ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷി പ്ലെയിനിന്റെ എഞ്ചിനിൽ എന്ത് ചെയ്തു? ഈ പക്ഷി വന്ന് അടിച്ചു. അതുകൊണ്ടാണ് അത്രയും ഉയരത്തിൽ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? പറക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇത് കാണുന്നത് ആഫ്രിക്കയിലാണ് കേട്ടോ. ആഫ്രിക്കയിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും വലിയ തവള ഏതാണെന്ന് പഠിച്ചു. അതും എവിടെ തന്നെയാണ്? ആഫ്രിക്കയിൽ. ഗോലിയാത്ത് തവള. ഗോലിയാത്ത് തവളകളാണ് ഏറ്റവും വലിയ തവളകള്. അതും കാണുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഓരോരുത്തര്. എവിടുന്ന് മുട്ട? ഒട്ടകപക്ഷിന്റെ മുട്ട ഒറിജിനലാ? ഒറിജിനലാണോ? എവിടുന്നാടാ എനിക്ക് ഒട്ടകപക്ഷിന്റെ മുട്ട? എന്നാലേ തിങ്കളാഴ്ച വരുമ്പോ എല്ലാവർക്കും പൊരിച്ചുകൊണ്ടിരുണ്ടോ? പൊട്ടിച്ചുണോ? അപ്പൊ എല്ലാരും ഒട്ടകപക്ഷിന്റെ മുട്ട കണ്ടില്ലേ? കാണിച്ചു കൊടുത്തൊന്നുകൂടി. അതിപ്പോ എനിക്ക് ഭാരമില്ലാതെ തോന്നണ അതിന്റെ ഉള്ളിലത്തെ സാധനമൊക്കെ എടുത്തുക്കുന്നു കേട്ടോ. അതുണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ ഉണ്ടാവും. ഇപ്പൊ കാണണ്ടാടാ അത്? അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇടും, അല്ലെങ്കിൽ എനിക്ക് ഇട്ടേലുണ്ട് കേട്ടോ. ഒട്ടകപക്ഷിന്റെ മുട്ട കണ്ടില്ലേ? നമുക്ക് ഇപ്പൊ തന്നെ നേരിട്ട് തന്നെ കാണാൻ സാധിച്ചു വീഡിയോയില്. ആ മുട്ടന്റെ വലിപ്പം കണ്ടോ? അവന്റെ തലന്റെ അത്ര ഉണ്ട്. നോക്കാം, ക്യാമറയിൽ നോക്കുമ്പോ അവന്റെ തലന്റെ അത്ര ഉണ്ട് ആ മുട്ട. വേറെ ആരെങ്കിലും ഇതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഒട്ടകപക്ഷിന്റെ മുട്ട? ഇല്ല. മതി. അപ്പൊ എല്ലാവർക്കും കാണാൻ സാധിച്ചു അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ?
പിന്നെ നിങ്ങളോട് ഈ ഗ്രൂപ്പിലുള്ളവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഉമ്മാരെ ഫോണത്തെ ഗെയിമുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു കൊല്ലം ഗെയിം ഇല്ല ഇനി. ഈ ഫെബ്രുവരിയിലൊക്കെ എക്സാം. അപ്പൊ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറയണം. ഉമ്മാര് കേൾക്കുന്നുണ്ടോ അറിയില്ല. നിങ്ങളുടെ അടുത്തമാരുണ്ടോ? ആര ആര ആ ആ ഗെയിമുകളൊക്കെ അന്ന് അവരെ ഫോണിൽ കാണുന്ന ഗെയിമുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അവർക്ക് ഇനി ഫെബ്രുവരി കഴിഞ്ഞിട്ട് LSS എക്സാം കഴിഞ്ഞിട്ട് കയറ്റി കൊടുത്താൽ മതി. ഇനി ആരെങ്കിലും അതിന് കാര്യം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്നെ വിളിച്ചാൽ മതി. ഓക്കെ. ആ എല്ലാരും ആരെ ഫോണിലും കാണാൻ പറ്റൂല. ഓക്കെ. ഇനി എന്താ സംശയം? ഒന്നുമില്ലേ? ഒന്നുമില്ല. ഓക്കെ. ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? ഒരു ഇതിടും. അതിൽ നിന്ന് ക്ലാസ്സിൽ കയറിയാൽ മാത്രം നിങ്ങൾ പങ്കെടുത്തുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കണം. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എത്ര കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ കാണിക്കണത് 23 ആളാണ്. നമുക്ക് ഏകദേശം 30